2010 ദിലീപിൻ്റെതായി മലയാളത്തിൽ പുറത്തിറങ്ങിയത് 5 ചിത്രങ്ങളാണ്. ബോഡിഗാർഡ്, ആഗതൻ, പാപ്പിയപ്പച്ച, കാര്യസ്ഥൻ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിൽ ആഗതൻ ഒഴിച്ച് ബാക്കി 4 സിനിമകളും സൂപ്പർ ഹിറ്റുകളോ ബ്ലോക്ക് ബസ്റ്ററുകളോ ആയിരുന്നു. കൂടുതൽ പറയണ്ടല്ലോ, ദിലീപ് എന്ന സ്റ്റാറിന്റെ ഒരു പീക്ക് ടൈം ആയിരുന്നു അതൊക്കെ. എനിവേസ്, അതിൽ പാപ്പിയപ്പച്ച എന്ന സിനിമയെ ഒഴിച്ച് ബാക്കി 4 ചിത്രങ്ങളെ പറ്റിയും നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ചാനൽ പ്ലേലിസ്റ്റിലെ ദിലീപ് എന്ന ഫോൾഡറിൽ ആ വീഡിയോസ് ഒക്കെയുമുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ പാപ്പിയപ്പച്ച എന്ന സിനിമയെക്കുറിച്ചാണ്. അക്കാലത്തൊക്കെ നമ്മൾ ദിലീപ് സിനിമയ്ക്ക് കയറുന്നത് എന്തിനാണ്? പ്യുവർ എന്റർടൈൻമെന്റ്. അതിൽ കുറഞ്ഞതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് എപ്പോഴും ദിലീപ് സിനിമകളിൽ നിന്ന് മിസ്സിംഗ് ആവുന്ന ഒന്നുണ്ടായിരുന്നു. ആക്ഷൻ ബ്ലോക്കുകളിൽ നല്ല പ്രോപ്പർ എലവേഷൻ ഷോട്ട്സ്, അതായത് ഒരു അടിക്ക് മുൻപുള്ള തയ്യാറെടുപ്പ്. നമുക്ക് മസാല സിനിമകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ഐറ്റം. പക്ഷേ ദിലീപ് ഒരു മാസ് ഹീറോ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള സംഗതികൾ പുള്ളിയുടെ പടത്തിൽ നന്നേ കുറവായിരിക്കും. ഈവൻ ദിലീപിന്റെ തന്നെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളായി കണക്കാക്കുന്ന റൺവേയിലും കൊച്ചി രാജാവിലും പോലും അത് വ്യക്തമായില്ലായിരുന്നു. അതുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഡോൺ. പക്ഷെ ആ സിനിമ അത്രയ്ക്ക് പോരായിരുന്നു. എന്നാൽ എന്റെ ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ആഗ്രഹം തീർത്തു തന്നൊരു സിനിമയായിരുന്നു പാപ്പിയപ്പച്ച. ഞാൻ എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത കുറച്ചുപേരെങ്കിലും ഉണ്ടാവും. സംഗതി വേറൊന്നുമല്ല, ഈ നരസിംഹം പടത്തിൽ മോഹൻലാലിനെ വെച്ച് ഒരു ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഷാജി കൈലാസ് ചില സംഗതികൾ ചെയ്യിക്കുന്നുണ്ട്. അതങ്ങനെ വിട്ടുമാറാതെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടും ഒരു മാസ് ആക്ഷൻ സിനിമ ആരാധകനായതുകൊണ്ടും എല്ലാ അടിപ്പടത്തിലും അതുണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്നൊരു തോന്നൽ അന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദിലീപിനെ വെച്ച് അങ്ങനെ ഒരു സംഗതി ആരും ചെയ്തതായും കണ്ടിട്ടില്ല. അത് ആദ്യമായി കാണുന്നത് ഈ സിനിമയിലൂടെയായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എടുത്തു പറയേണ്ട സംഗതികളാണോ എന്നൊരു തോന്നലുണ്ടാവാം. പക്ഷേ എനിക്കതന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അതിന്ന് 15 വർഷങ്ങൾക്കിപ്പുറം പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. ഇനി ഞാൻ ഈ പറഞ്ഞ സംഗതികൾ കൊണ്ട് മാത്രമാണോ അതൊരു നല്ല സിനിമയാവുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് ഒരു പ്രോപ്പർ കഥ, ഇഷ്ടംപോലെ കോമഡി, നൈസ് പാട്ടുകൾ, ഇതിനേക്കാളൊക്കെ ഉപരി ഒരു 1.5 റൊമാൻറ്റിക് സോങ് ആയി മാറേണ്ടിയിരുന്ന ഒരു BGM, ക്ലൈമാക്സിൽ നല്ലൊരു ട്വിസ്റ്റ്, ഇതൊക്കെ ചേർന്നൊരു 10 out of 10 മൂവിയായിരുന്നു ഇത്.